ഭാരതത്തിന് സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യയില്, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ്, ബ്രിട്ടീഷ് ഇന്ത്യയില് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപം കൊള്ളുന്നത്. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപം കൊള്ളുന്നത് 1946 ഡിസംബർ 6-നാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോണം, നമുക്ക് ആവശ്യമുണ്ട്, പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം വിത്ത് ഡേറ്റ് ചോദിക്കുള്ളൂ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി 1946 ഡിസംബർ 6-ന് ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായെങ്കിലും 1946 ഡിസംബർ 9-നായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 9. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ പൊതുയോഗം അല്ലെങ്കിൽ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എപ്പോൾ? 1946 ഡിസംബർ 9. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഞാൻ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം എന്തായിരുന്നു? ഭരണഘടന, ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് 207 പേരാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് 207 പേരാണ്. ഈ 207 പേരില് ആരും ഉണ്ടായിരുന്നു? 9 വനിതകളും ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തു വെക്കുക, ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9-നാണ്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് നടന്നത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം 207 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതില് 9 വനിതകളും ഉണ്ടായിരുന്നു. ഇനി ഈ മീറ്റിംഗില് ആദ്യം സംസാരിച്ച വ്യക്തിയായിരുന്നു JB കൃപലാനി. ഓക്കെ, JB കൃപലാനിയാണ് ഈ മീറ്റിംഗിൽ സംസാരിച്ച ആദ്യത്തെ വ്യക്തി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ പൊതുയോഗത്തിൽ സംസാരിച്ച വ്യക്തി അല്ലെങ്കിൽ പൊതുയോഗത്തിൽ ആദ്യം സംസാരിച്ച വ്യക്തി JB കൃപലാനി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചു. 5 കാര്യങ്ങൾ പഠിച്ചു. ഈ 5 കാര്യങ്ങളും പഠിക്കേണ്ടതുമാണ്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഈ പേര് ഓർത്ത് വെച്ചേക്കണം, ചോദിച്ചിട്ടുണ്ട് പലതവണ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ. പിന്നീട് 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. ഓക്കെ, രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായ വർഷം ചോദിച്ചാൽ എന്താണ്? 1946 ഡിസംബർ 11. 3 കാര്യങ്ങൾ പറഞ്ഞു. വർഷം 1946 ഡിസംബർ 6 പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. പിന്നെന്ത് പറഞ്ഞു? 1946 ഡിസംബർ 9 പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നു.
പിന്നെന്താ പറഞ്ഞത്? 1946 ഡിസംബർ 11 പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റായി അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥിരം അധ്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ HC മുഖർജി എന്തായി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? HC മുഖർജി എന്ത് ചെയ്തു? വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മൾ പോകുന്നത് ഭരണഘടന നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആയിരുന്നു. നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഓക്കെ, ഈ 389 അംഗങ്ങളില് 17 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തെറ്റിക്കരുത് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 17 ആണ്. ഈ 17 വനിതാ അംഗങ്ങളിൽ 3 പേര് എവിടെ നിന്നുള്ളതായിരുന്നു? 3 പേര് മലയാളികളായ വനിതകളായിരുന്നു. അപ്പൊ ഓർത്തു വെക്കുക, 389 ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം. അതിൽ 17 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ 17 വനിതാ അംഗങ്ങളിൽ 3 പേര് മലയാളികളായിരുന്നു. ആരൊക്കെയാ നിങ്ങൾക്ക് അറിയാം? ആരൊക്കെ വരുന്നത് മലയാളി അംഗങ്ങള്? ആനി മസ്ക്രീൻ അല്ലെ, തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീൻ, മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, മദ്രാസിൽ നിന്ന് തന്നെ ദാക്ഷായണി വേലായുധൻ. പേര് നോട്ട് ചെയ്ത് വെച്ചേക്ക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 മലയാളി വനിതകൾ PSC ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ വരുന്നത്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അതില് ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായ മലയാളി വനിതകളാണ്. തെറ്റിക്കില്ല കേട്ടോ. 389 ആകെ അംഗങ്ങളാണ്. 17 പേര് വനിതകളായിരുന്നു. 17ൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ഈ 389 അംഗങ്ങളില് ആകെ മലയാളികളുടെ എണ്ണവും എത്രയായിരുന്നു? 17 ആയിരുന്നു. ഈ 3 വനിതകളും പ്ലസ് 14 പുരുഷന്മാരും ഉണ്ടായിരുന്നു. 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങള്. അതിൽ 17 പേര് ആരാണ്? മലയാളികളാണ്, കേരളൈറ്റ്സ് ആണ്. അപ്പം ഈ 17 പേരിൽ 3 പേര് ഈ വനിതകളും 14 പേര് പുരുഷന്മാരുമായിരുന്നു. അപ്പൊ നിങ്ങൾ ആ 14 പേരില് പ്രധാനപ്പെട്ടവരെ മാത്രം പഠിച്ചെടുക്കണം. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 17 മലയാളികൾ ആരൊക്കെയാന്ന് പരിചയപ്പെടാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ തിരുവിതാംകൂറിൽ നിന്നുള്ളവരെയും കൊച്ചിയിൽ നിന്നുള്ളവരെയും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് പോയ വ്യക്തിയെയുമാണ് പ്രധാനമായും പഠിക്കേണ്ടത്. അത്രയും പേരെ നമ്മൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. മദ്രാസിൽ നിന്നുള്ളവർ നമ്മൾ വലിയ ബൈഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ നോക്കിയേ, ഈ നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതിയില് മലയാളികൾ 17 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഇൻക്ലൂഡിങ് 3 വിമൻ അല്ലെ, 3 സ്ത്രീകൾ ഉൾപ്പെടെ 17 മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ, ഈ 5 പേര് ഭരണഘടനാ നിർമ്മാണ സമിതിയില് തിരുവിതാംകൂറിൽ നിന്നും ഉള്ളവരായിരുന്നു. ഓക്കെ, തിരുവിതാംകൂറിൽ നിന്നും പങ്കെടുത്തവരാണ് ആര്? പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്നും പോയ വ്യക്തിയാണ് പനംപള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ, കൊച്ചിയിൽ നിന്നും പോയതാണ് പനംപള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും പോയ വ്യക്തിയാണ് ഡോക്ടർ ജോൺ മത്തായി. ഓർത്തു വെച്ചേക്കണേ, ഡോക്ടർ ജോൺ മത്തായി പോയത് യുണൈറ്റഡ് പ്രൊവിൻസ് UP യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും പോയ വ്യക്തിയാണ് ഡോക്ടർ ജോൺ മത്തായി. 7 പേരെ നമ്മൾ പഠിച്ചു. ആരൊക്കെയാ? പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, പിന്നെ ആരാ പറഞ്ഞത്? PT ചാക്കോ. ഇവർ ഇത്രയും പേര് തിരുവിതാംകൂറിൽ നിന്നും പോയി. കൊച്ചിയിൽ നിന്നും പനംപള്ളി ഗോവിന്ദമേനോനും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായിയുമാണ് എങ്ങോട്ട് പോയത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ട് മലയാളികളായിട്ടുണ്ടായിരുന്നവർ. ഓക്കെ, എത്ര പേരെ പഠിച്ചു?
7 പേരെ പഠിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും പോയ വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു. അതായത് 7 പേരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മദ്രാസിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളായ മലയാളികളാണ് കെ മാധവ മേനോൻ, എം കെ മേനോൻ, പി കുഞ്ഞിരാമൻ, ബി പോക്കർ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അബ്ദുൾ സത്താർ ഹാജി. ഈ 7 പേരെയും കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പം ഇവർ ഇത്രയും പേര് എവിടുന്നാ പോയത്? മദ്രാസിൽ നിന്നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് പോയത്. പിന്നെ ഇവരുടെ കൂടെ 3 വനിതകളില്ലായിരുന്നോ? ആരൊക്കെയായിരുന്നു? ആനി മസ്രീൻ തിരുവിതാംകൂറിൽ നിന്നും, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ഇവർ രണ്ടുപേരും മദ്രാസിൽ നിന്നും. 3 വനിതകളെ പഠിക്കണം. അങ്ങനെ 7 7 14 + 3 17 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളായ മലയാളികള്. ഇത്രയും പഠിച്ചെടുക്കണം. ഭരണഘടനയ്ക്ക് രൂപം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ പൂർത്തീകരിച്ചത് 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ്. ഇതാണ് PSCയുടെ ആൻസർ കീ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18 ദിവസമാണ്. പക്ഷെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം 17 ദിവസമാണ്. ഇത് പല തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഭരണഘടന രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതി ഇത്രയും നാളുകൊണ്ടാണ് ഭരണഘടന രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. എത്രയാ? 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ്. ഓക്കെ, 165 ദിവസങ്ങളിലായിട്ടാണ് സഭ സമ്മേളിച്ചത്. 11 സെഷനിലായിരുന്നു 165 ദിവസമായിട്ട് സമ്മേളിച്ചിരുന്നത്. അതിൽ ഇതൊന്നും പഠിക്കണ്ട. അതിൽ 114 ദിവസം ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഈ ഭരണഘടനയുടെ കരട് രൂപ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഇതാണ്. 1946 ഓക്കെ, 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പാസാക്കി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. പാസാക്കി എന്നല്ല, അവതരിപ്പിച്ചു. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇതും പഠിച്ചു വെക്കണം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് 1946 ഡിസംബർ 13 അല്ലെങ്കിൽ 1946 ഡിസംബർ 13 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഐകകണ്ഠമായി പാസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്ന് ചോദിച്ചത് എന്താണ്? 1947 ജനുവരി 22 പിന്നീട് 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചത് നമുക്കറിയാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ? ഓഗസ്റ്റ് 15 എന്തായി? ഭരണഘടന നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുകയും ചെയ്തു.